നമ്മൾ ചിരങ്ങ വിളവെടുപ്പ് ചെയ്യുന്നിട്ടാ. അപ്പം ഇന്ന് അത്യാവശ്യം ചിരങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നരാടാണ് വിളവെടുക്കൽ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചിരങ്ങ ഇവിടെ ഇട്ടിട്ട് നമ്മൾ അതിന് നല്ല വളമൊക്കെ ചെയ്തേക്ക് നല്ല രീതിയിൽ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. പാടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചിരങ്ങ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ചിരങ്ങക്ക് കുറച്ച് വില കുറവാണ്. അപ്പോൾ കർഷകരൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ഇടയ്ക്ക് നല്ല വില കിട്ടും, ഇടയ്ക്ക് വളരെ മോശമായിക്കാരം, വില കുറവായിക്കാരം. ഇന്നിപ്പോൾ നമുക്ക് നല്ല വിളവുണ്ട്. അപ്പോൾ വിളവ് ഇപ്പോൾ നല്ല പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ ഒന്നരാടം വിട്ടിട്ടാണ് നമ്മളിത് ചിരങ്ങൊക്കെ പറിക്കലിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചിരങ്ങ അതായത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് പറിക്കുക. അപ്പോൾ കിലോന് 15 ഉറുപ്പ്യക്കാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ കർഷകരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇടയ്ക്ക് നല്ല വില കിട്ടും, ഇടയ്ക്ക് വില കിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമുക്കൊരു സംതൃപ്തിയാണ്. കൃഷി ചെയ്യുന്നവർക്കറിയാം ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോൾ നഷ്ടമായിക്കാരം. പക്ഷേ ചില ടൈമിൽ നമുക്ക് ഇതൊക്കെ ഒരു എന്നും ചെയ്യുമ്പോൾ ഒരു സംതൃപ്തിയാണ്. ഇപ്പോൾ നല്ല വില കുറവാട്ടോ അതിന്. ഏകദേശം ചെറിയ കാശിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് ഏകദേശം ഈ രീതിയിൽ നമുക്ക് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ കർഷകരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇടയ്ക്ക് റേറ്റ് കിട്ടും, ഇടയ്ക്ക് റേറ്റ് കിട്ടില്ല, അങ്ങനെയാണ്. നമ്മളിത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ആദവനാടുള്ള പാടത്താണ് കേട്ടോ. ഇവിടെ പാടമായതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അടുത്ത് തന്നെ തോടാണ് കേട്ടോ പോണത്. ഇത് കണ്ടില്ല, ഇവിടെ തോടാണ്. നമ്മളെ കൃഷി ഇവിടെയാണ് വരുന്നത്. പൂളക്കൃഷി ഈ ഏരിയയിലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപ്പന്ന് അവിടെ ചിരങ്ങ അവിടെ ഇതാക്കുകയാണ്, പറിക്കുകയാണ് കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് ചിരങ്ങ ഉണ്ടാവുന്നത്. ഇപ്പോൾ നിലത്ത് പടർന്നുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ചിലപ്പോൾ ഇതിന് കുത്തലും കേടൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ നിലത്ത് ഇതുപോലെയാണ്. ഇതിപ്പോൾ നമുക്കൊരു ഏകദേശം 2 ദിവസം കഴിഞ്ഞ് പറിക്കും. പെട്ടെന്നാണ് ഈ ചിരങ്ങ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പറിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. പെട്ടെന്ന് വളരും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇതാണ് നമ്മളെ തോട് പോണ സ്ഥലം, അവിടെയാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും മുകളിൽ അവിടെ ചിറ കെട്ടിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ വെള്ളം ഇവിടേക്ക് കൊണ്ടുവരണത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ മോട്ടോർ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നനയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുക്കി നനയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് ചാല് വഴി കൊടുന്നിട്ടാണ് ഇതിലേക്ക് നനയ്ക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൽ പൂളൊക്കെ നനയ്ക്കുന്നത് നമ്മൾ ചാല് വഴിയാണ് നനയ്ക്കുന്നത്. ഇവിടെ നമ്മൾ നനയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അത് നമ്മളെ വല്യപ്പ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, മൈപ്പീലി മാതിരി വരുന്നൊരു സംഭവമാണ്. ഈ സ്പ്രിങ്ക്ലറാണ് ഇത് കേട്ടോ. വേണ്ടില്ല, ഇത് മൈപ്പീലി മാതിരിയാണ് വരിക. ഇതിപ്പോൾ ഏകദേശം ഓഫാക്കി. ഇപ്പോൾ ഇത് വേണ്ടില്ല, ഈ രീതിയിലാണ് ഇത് നനക്കാനുള്ള സിസ്റ്റം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ വാഴയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നനയും. നമ്മളാരും നനക്കണ്ട. അവിടെ ഒരു വാൾവ് തിരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതൊക്കെ നനയും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കൃഷിയുടെ ഒക്കെ ചെയ്യണത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളവർക്ക് നമ്മളെ പഴയ തോട് കൈവരികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ കൃഷിയുടെ വീഡിയോ ഇനിയും വരും കേട്ടോ. എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലായ നൗഷാദ് കാളിയാലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൂളക്കൃഷി ഇപ്പോൾ ഏകദേശം വിളവെടുക്കാറായിട്ടില്ല. നമ്മൾ വിളവെടുക്കാറെന്ന് കഴിഞ്ഞാൽ ഇനിയുണ്ട് ഒരു 6 മാസം ഇനിയും വിളവെടുക്കാണ്ട്. ഇപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് അവിടെ ചിറ കെട്ടിയിട്ട് വരുന്ന വെള്ളമാണ്. അതാണ് നമ്മൾ ഇവിടെ ഇതിലേക്ക് വരുന്നത്. അത് നമ്മൾ തോടായിട്ട് എല്ലായിടത്തേക്കും ചാല് കയറിയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഈ പറമ്പുക്കുള്ളത് പോവും. അങ്ങനെ ഓരോ ഏരിയക്കായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ പഴയകാല സിസ്റ്റമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. ഉപ്പയാണ് ഇത് ചെയ്യണത്. ഉപ്പയും എളാപ്പയും പാടിയാണ് ഇപ്പോൾ ഇവിടെ കൃഷി നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത്. വല്യപ്പയെന്ന് ഇവിടെ കൃഷി നടത്തിയിരുന്നു. വല്യപ്പ ഇപ്പോൾ ഒരു 6 മാസം മുന്നേ മരിച്ചു. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ പിന്നെ ഉപ്പയും എളാപ്പയും പാടിയാണ് ഇപ്പോൾ ഇവിടെ കൃഷി ഏറ്റെടുത്ത് നടക്കുന്നത് കേട്ടോ.